ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജോസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ലൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ടിപ്സുകൾ എന്നൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ അത് തിളച്ച് തൂവി പോകുന്നതാണ്. തിളച്ച് തൂവിയിട്ട് പാത്രത്തിലൊക്കെ ആകെ ആയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൗവിലൊക്കെ തിളച്ച് തൂവി പോയിട്ട് ആകെ വൃത്തികേടാവുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള നല്ലൊരു ട്രിക്കാണ് കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. കുറച്ച് ഓയിലെടുത്തിട്ട് നമ്മൾ ആ ഒരു കലത്തിൻ്റെ ആ ഒരു വായു ഭാഗത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിനി ഇത് മൂടി വെച്ചിട്ട് നമ്മൾ എത്ര തന്നെ തീ കത്തിച്ചാലും, എത്ര തന്നെ ഇതിൽ നമ്മൾ തീ കത്തിച്ചാലും തന്നെ അത് തിളച്ച് പുറത്തേക്ക് തൂവിപ്പോവാതെ ഇരിക്കും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട്, പക്ഷേ എന്നിരുന്നാൽ പോലും അത് പുറത്തേക്ക് ഒട്ടും തന്നെ തൂവി പോകുന്നില്ല, പാത്രത്തിലൂടെ ഒന്നും ആവുന്നില്ല, അതുപോലെ തന്നെ സ്റ്റൗവിലാവുന്നില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാവുന്നതാണ്. അപ്പോൾ ഇനി ആ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വിറകടുപ്പിൽ നല്ല പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് കരി പിടിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് കഴുകി വൃത്തിയാക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് എത്ര പുതിയ പാത്രമാണ് എന്നിരുന്നാൽ പോലും, അതല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുക്കർ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഏത് തരം പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് കത്തിച്ച് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അതിൽ കരി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇതേപോലെ തന്നെ കുറച്ച് ഓയിൽ ആ ഒരു അടുപ്പിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഭാഗത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വിറകടുപ്പിൽ തന്നെ നമുക്ക് വെക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് തീ കത്തിച്ച് എത്ര സമയം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ പാകം ചെയ്തെടുക്കാവുന്നതാണ്. അതിൻ്റെ അടിയിൽ ഒട്ടും തന്നെ കരി പിടിക്കാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ നന്നായിട്ട് തന്നെ കരി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരച്ച് കഴുകി ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിത് അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, വളരെ സിമ്പിളായിട്ട് നമുക്കത് ആ ഒരു കരി നമുക്ക് നീക്കം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു പേപ്പർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തുടച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത് ഒട്ടും തന്നെ കരി പിടിക്കാതെ നന്നായിട്ട് നമുക്കൊന്ന് തുടച്ച് മാറ്റി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ ഇത് നമുക്ക് കഴുകേണ്ട ആവശ്യം പോലും ഇല്ല. ഈ ഒരു രീതിയിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. സോപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ഏത് പാത്രം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ രീതിയിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അടുപ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കരിയില്ലാതെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ആ രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഒരേപോലെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് അതേപോലെ അങ്ങോട്ട് കീറിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതേപോലെ അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നമുക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിലും, അതല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരേപോലെ കട്ട് ചെയ്യാനുള്ള ഇതൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പയർ അരിയുന്നതാണ്. അപ്പോൾ നമുക്ക് പയർ ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ചായിട്ട് എടുത്ത് അരിഞ്ഞൊക്കെ ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള രീതിയാണ്. അപ്പോൾ നമ്മൾ കഴുകിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം, കേടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ നമുക്ക് ഒരു റബ്ബർ ബാൻഡ് നമുക്ക് ഇതിലൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതേപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ വളരെ ചെറുതായിട്ട് കുനുകുനാന്ന് നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ എത്ര അധികം പയറുണ്ട് എന്നുണ്ടെങ്കിലും ഒരൊറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ കാര്യം സാധിക്കുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ റബ്ബർ ബാൻഡ് കുറച്ച് നീക്കിയിട്ടിട്ട് വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ എളുപ്പം നമുക്ക് പയറൊക്കെ അരിഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത്, നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കാണിക്കാൻ പോണേ കേട്ടോ. അപ്പോൾ നമുക്കത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പച്ചമാങ്ങ തന്നെയാണ് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് അങ്ങോട്ട് മൂത്ത് പോവാത്തത്, അധികം ഒന്ന് ചെനച്ച് ഒന്നും ആവാത്ത രീതിയിലുള്ള, അധികം പുളിയില്ലാത്ത തരത്തിലുള്ള പച്ചമാങ്ങയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതും തന്നെ നമുക്ക് അതിലുള്ള തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതേപോലെ നമുക്കൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അധികം മൂത്ത് പോവാത്തതും പുളിയില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള മാങ്ങ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴാണ് നല്ല ഒരു രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം തന്നെ
തന്നെ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പുട്ടുകുറ്റിയിലേക്ക് ഒരു ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നന്നായിട്ട് ആവി കയറിയിട്ട് നന്നായിട്ട് വെന്ത് വരുന്നതായിരിക്കും കേട്ടോ. അത്ര ടൈം മാത്രമേ നമ്മൾ വെക്കേണ്ടതായിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ അതായി കിട്ടുന്നതാണ്. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ വെന്ത് നല്ലൊരു രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ പുട്ടുകുറ്റിയിൽ തന്നെ ആവി കയറ്റി എടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എങ്ങനെയാണോ നല്ലതെന്ന് വെച്ചാൽ ആ രീതിക്ക് തന്നെ ആവി കയറ്റി എടുക്കാവുന്നതാണ്. പുട്ടുകുറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നല്ല സിമ്പിളായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് കട്ടയായിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മളിത് അരിച്ച് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിൽ നാരുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇത്രയും തന്നെ ഇതിൽ നിന്ന് നമ്മൾ മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുക്കാം. അപ്പോൾ മധുരത്തിന് പ്രത്യേകിച്ച് അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് എടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏലക്കായ, ഒരു 3-4 ഏലക്കായൊക്കെ നമുക്കിതിലേക്ക് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഏലക്കായൊക്കെ നന്നായിട്ട് പൊടിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പൊടിച്ച പഞ്ചസാര ആയ കാരണം തന്നെ പെട്ടെന്ന് തന്നെ അതിലേക്ക് മിക്സായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ കട്ടകളില്ലാത്ത രീതിയിൽ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ മധുരം നമ്മളെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് തണുപ്പിച്ച പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല പോലെ തണുപ്പിച്ച പാല് തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ആ ഒരു നല്ല രീതിയിലുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു എന്താ പറയുക, ഈ ഒരു തിക്ക് ആയിട്ടുള്ള രീതിയിൽ, ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് അങ്ങോട്ട് തിക്കും അല്ല, ആ ഒരു രീതിയിലാണ് നമ്മളിത് ഇതേപോലെ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കായ്ക്ക് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മിൻറ്റ് ലീഫൊക്കെ ചേർക്കാവുന്നതാണ്. അതും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഏലക്കായ ചേർക്കുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റാണ് കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്കിത് സെർവ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നല്ല തണുപ്പോടു കൂടി തന്നെയാണ് നമ്മളിത് കഴിക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് ആ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് പുളിയുള്ള മാങ്ങയൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ചൊക്കെ ഒന്ന് ചെനച്ചു തുടങ്ങിയതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് ജസ്റ്റ് വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഇതേപോലെ നട്ട്സോ എന്തെങ്കിലും ഫ്രൂട്ട്സോ ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഈ ഒരു രീതിയിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ്, നല്ലൊരു റീഫ്രഷിംഗ് ഒക്കെ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു പച്ചമാങ്ങയുടെ സീസണിലൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു, ബൈ.